ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പവും കൊഞ്ച് കുറുമയുമാണ്. അതിന് ആദ്യം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിനുശേഷം 1 സവാള അരിഞ്ഞതും 15 കൊച്ചുള്ളി അരിഞ്ഞതും ചേർക്കുക. കൊച്ചുള്ളിയാണ് ഇതിന് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അത് നല്ലപോലെ ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് 4 വെളുത്തുള്ളി 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് പേസ്റ്റാക്കിയത് ചേർക്കുക. അതിനുശേഷം 4 പച്ചമുളക് കീറിയത്, എരി അവരവരുടെ അനുസരിച്ചിടണം. ഞാനിവിടെ 4 ചെറിയ പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. അത് കഴിഞ്ഞ് 1 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും 1 കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് വഴറ്റുക. ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഉപ്പും അതുമെല്ലാം കൂടെ ഒന്ന് വഴന്ന് കഴിയുമ്പം കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർക്കുക. കുരുമുളക് പൊടി ഒരു ടീസ്പൂണും പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ മതി. അതിനുശേഷം 250 ഗ്രാം കൊഞ്ചാണ് നമ്മൾ ചേർക്കുന്നത്. ആ പൊടിയുടെ എല്ലാം പച്ച മണം മാറിക്കഴിഞ്ഞ് വേണം ചേർക്കാൻ. അതെല്ലാം വാടി കഴിയുമ്പോൾ നമ്മൾ 1 മുറി തേങ്ങയുടെ പാലൊഴിക്കുകയാണ്. തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ, 1-ാം പാൽ മാത്രം ഒഴിക്കുകയാണ്. വീണ്ടും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നു. വീണ്ടും ഇളക്കി ഒന്ന് മൂടി വെച്ച് തിളയ്ക്ക് ഒന്ന് വേകാൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് 10 അണ്ടിപ്പരിപ്പും 10 കഷ്ണം പനിനീരും കൂടെ, അതായത് പനീർ, അണ്ടിപ്പരിപ്പ് നല്ലോണം കുതുക്കണം. 10 കഷ്ണം പനീരും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി നല്ലോണം അരച്ച് അതും കൂടി ചേർക്കുക. അത് ഒഴിച്ചതിന് ശേഷം ഒരുപാട് വേകണ്ട, ഒന്ന് മൂടി വെച്ച് നല്ലതുപോലെ ഇളക്കുക. പിന്നെ കടുക് വറുത്ത് ഒഴിക്കുന്നത് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാക്കിയെന്ന് പറഞ്ഞാൽ വീണ്ടും ലാസ്റ്റാണ് കടുക് വറുത്ത് ഒഴിക്കുന്നത്. അപ്പം ലാസ്റ്റ് 1 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും കൂടാണ് താളിച്ച് ഒഴിക്കേണ്ടത്. എനിക്ക് അന്നേരം കറിവേപ്പില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ഞാൻ ലാസ്റ്റാണ് കറിവേപ്പില ചേർത്തത്. അന്നേരം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കടുക് മാത്രം ഒഴിച്ചത് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് അപ്പോഴത്തേന് ചാറ് നല്ലോണം കുറുകി വരും. ഇച്ചിരി കൂടെ ലൂസാക്കണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനിതിപ്പോൾ ഒരു കുറുകിയ പരുവത്തിലാണ്. ഞാൻ കറിവേപ്പില ലാസ്റ്റാണ് ചേർത്തത്. പിന്നെ ഇതിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. ഞാൻ ഇത് അപ്പമാണ് ഉണ്ടാക്കിയത്, വെള്ളയപ്പം ഉണ്ടാക്കി. അതും കറിയുടെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.